ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഗോർമ എക്രോസ് ബോഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു നല്ല ടേസ്റ്റായിട്ടുള്ള ഫിഷ് പിക്കിൾ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് അബുദാബി ഫിഷ് മാർക്കറ്റിൽ പോകാം. അവിടെ ചെന്നാൽ നമ്മൾ പറയുന്ന ഫിഷ് എടുത്ത് അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ അവർ കട്ട് ചെയ്ത് വൃത്തിയാക്കി തരും. അപ്പോൾ നമുക്ക് പോകാം. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ഫിഷും എപ്പോഴും കിട്ടും, സീസണില്ല. അപ്പോൾ ഞാനൊരു വലിയൊരു നെയ്മീനാണ് എടുത്തു കൊടുത്തത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള. അപ്പോൾ അവർ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് തന്നപ്പം വൃത്തിയാക്കിയപ്പോൾ 925 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ മാരിനേറ്റ് ചെയ്യുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ പച്ച കുരുമുളക് അരച്ചെടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ കളർ മാറിയത്. അല്ല, അരച്ച് ഫ്രഷായിട്ടാണെങ്കിൽ നല്ല പച്ച നിറത്തിലിരിക്കും. അത് 1 ടീസ്പൂൺ. പിന്നെ ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ. ഞാൻ അറിയാതെ 1 ടേബിൾ സ്പൂൺ അതിലിട്ട് പോയതാണ്. ബാക്കി ആരെയും കൂടെ ഇത് ഇട്ടുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ. ഒരു ഉപ്പ് 1 ടീസ്പൂൺ ഇട്ടു. പിന്നെ നമ്മൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉണ്ട് നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തത്, അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യും. എൻ്റെ മുളക് പൊടി എന്ന് പറഞ്ഞാൽ 1 കിലോ എരിവില്ലാത്ത കാശ്മീരി ചില്ലി, അതും 1/2 കിലോ എരിവുള്ള മുളകും കൂടെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അധികം എരിവില്ല, ആവശ്യത്തിനുള്ള എരിവുണ്ട്. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ഇട്ടത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിനി ഒരു മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വെച്ചിരിക്കണം. എങ്കിലേ അത് നന്നായിട്ട് അതിനകത്ത് ആ എരിവൊക്കെ പിടിച്ച് വറുത്തെടുത്താലും അതിന് ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മളിങ്ങനെ നല്ലതായിട്ട് പുരട്ടി വെച്ചിരുന്ന ഒരു അരമണിക്കൂർ വെച്ചേക്കണം. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഞാനിത് ഒരു സ്പൂൺ കൊണ്ടിട്ട് മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ ഞാൻ ഇതിനകത്ത് ജിഞ്ചർ പൗഡർ ഉണ്ടായിരുന്നു, അതും കൂടി ചേർക്കുകയാണ്. ജിഞ്ചർ പൗഡർ 1 ടീസ്പൂൺ ചേർക്കും. ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ. ഇത് രണ്ടും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് വെച്ചേക്കാം. ഇതവിടെ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പിക്കിളിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ അതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കിയിട്ട്, അത് അളവില്ല, കുറച്ച് വറുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത്. അത് നന്നായിട്ട് തിളയ്ക്കപ്പം ഫിഷ് അതിനകത്തിട്ട് 2-3 തവണയായിട്ട് വറുത്തെടുക്കാം. ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ, 4 മിനിറ്റ് വറുക്കേണ്ടി വരും ഒരു സൈഡിന്. അത് മൂത്തങ്ങ് മൊരിഞ്ഞു പോകണ്ട, പക്ഷേ അത് നന്നായിട്ട് കുക്കാവണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പിക്കിൾ ചീത്തയായിപ്പോവും. പിന്നെ നമ്മൾ തീ ഒരുപാടങ്ങ് കൂട്ടി വയ്ക്കരുത്, അത് പെട്ടെന്നങ്ങ് മൂത്തും. തീ കുറച്ചും വയ്ക്കരുത്, വളരെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇട്ട ഉടനെ നമ്മൾ അനക്കരുത്, ഒരു മിനിറ്റ് നേരത്തേക്ക് അനക്കരുത്. കാരണം നമ്മൾ ഉടനെ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുത്താൽ ആ മസാല എണ്ണയിൽ കലങ്ങിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ആ മസാല മീനിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വറുത്തെടുത്ത് കോരാം. ഇപ്പോൾ എനിക്ക് 8 മിനിറ്റ് എടുത്തു ടോട്ടലി. ഞാൻ ഒഴിച്ച എണ്ണ അതുപോലെ ഉണ്ട്, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, നല്ല ഫ്രൈ ആണിത്. അപ്പം നമുക്ക് ബാക്കിയും ഇതുപോലെ വറുത്തെടുക്കണം. ഈ വറുത്തെടുത്ത എണ്ണയിൽ കുറച്ചുകൂടി വീണ്ടും ഓരോന്നോരോന്ന് നമ്മൾ കുറേശ്ശെ ഇടാവൂ. കാരണം ഒരുമിച്ചെല്ലാം കൂടെ വാരിയിട്ടാൽ അത് തമ്മിൽ ഒട്ടിപ്പോകും. എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് എരിവ്, നിങ്ങൾക്കുള്ള ഭയങ്കര എരിവാണെങ്കിൽ എരിവ് കുറച്ച് ചേർത്താൽ മതി. പിക്കിളുണ്ടാക്കാൻ നേരവും ഇത് വറുക്കാൻ നേരവും. പിന്നെ പച്ച കുരുമുളക് അരച്ചതില്ല, വിഷമിക്കേണ്ട. നമ്മുടെ നോർമൽ കുരുമുളക് പൊടിയില്ലേ, വറുത്ത് പൊടിക്കുന്ന പൊടി, അത് ചേർത്താൽ മതി. പിന്നെ എൻ്റെ സ്പൈസസ് എല്ലാം റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. ഉലുവയും നിങ്ങൾക്ക് അതുപോലെ കഴുകി ഫ്രൈ പാനിട്ട് വറുത്ത് ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കാം. പാക്കറ്റിൽ കിട്ടുന്ന മേടിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഓർഗാനിക് ഫെനുഗ്രീക്ക് പൗഡർ കിട്ടും. പക്ഷെ നമ്മൾ വറുത്ത് പൊടിക്കുന്നതിനൊരു നല്ല മണമാണ്. ഒരുപാട് പൊടിച്ച് വെച്ചേക്കണ്ട, കുറേശ്ശെ പൊടിച്ച് വെച്ചിരുന്നാൽ മതി. കാരണം കുറേ ദിവസം ഇരുന്ന ഈ കുരുമുളകിൻ്റെയും ഫെനുഗ്രീക്കിൻ്റെ ജീരകത്തിൻ്റെയൊക്കെ മണം പോകും. ജീരകവും നമുക്കിതുപോലെ വറുത്ത് പൊടിച്ചെടുക്കാം. അത് പാടാണെങ്കിൽ നിങ്ങൾ ഓർഗാനിക് ജീരകപ്പൊടി കിട്ടും, അത് വാങ്ങിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് ഇതും ഞാൻ കോരിയെടുക്കാൻ പോവുകയാണ്. എനിക്ക് ഒരു തവണ കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് പിക്കിളുണ്ടാക്കാം. പിന്നെ പിക്കിളുണ്ടാക്കാൻ നേരം നമ്മൾ നല്ലെണ്ണയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അതിപ്പോൾ കുറച്ച് കേടാകാതിരിക്കും. പക്ഷേ ഞാനിവിടെ ഇന്ന് കൊക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് പിക്കിളുണ്ടാക്കാനായിട്ട്. കണ്ടോ, എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല, അതുപോലെ കിടപ്പുണ്ട്. ആ പാൻ തന്നെയാണ് ഞാൻ കഴുകി അടുപ്പിൽ വെച്ചിരിക്കുന്നത്.
ഇനി നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കും, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കടുകിട്ട് അത് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി ഇത്രയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളി ഒന്നുകിൽ നിങ്ങൾക്ക് നന്നായിട്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ അത്ര പൊടിയായിട്ടല്ല അരിഞ്ഞ, അതുകൊണ്ട് ഒന്ന് നമ്മുടെ ഈ കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുത്ത് നല്ലോണം ചതച്ചെടുത്ത് അപ്പം നല്ലോണം ഇതിൽ ചേർന്നിരിക്കും. എന്നിട്ട് ഇത് ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വറക്കണം. പക്ഷേ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ കണ്ട ഈ കളറാകും. പച്ച ചൊവയൊക്കെ മാറിയപ്പോൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ചില്ലി പൗഡർ, കോറിയൻഡർ പൗഡർ, ഫെനുഗ്രീക്ക് പൗഡർ അതെല്ലാം ഇട്ട് കൊടുത്ത് കായപ്പൊടി അതൊന്ന് നന്നായിട്ട് വഴറ്റി, മൂത്ത പൊടിയാണ് എങ്കിലും ഒന്നുകൂടി ഞാനൊന്ന് മൂപ്പിക്കും. പിന്നെ കായപ്പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. എന്നിട്ടൊരു 1/2 കപ്പ് വിനീഗറാണ് ഒഴിച്ചു കൊടുത്തത്. 1/2 കപ്പ് തന്നെ ചേർക്കണം കേട്ടോ. 1/2 കപ്പ് വിനീഗർ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിനി 1.25 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. 240 അല്ല 250 ml കപ്പ്. അപ്പോൾ എല്ലാം ഈ കപ്പിന് തന്നെയാണ് അളക്കുന്നത്, വെള്ളവും വിനീഗറും എല്ലാം. വെള്ളവും വിനീഗർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 1.25 കപ്പ് ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം. എന്നിട്ട് നമുക്ക് ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കാരണം നന്നായിട്ടൊന്ന് തിളച്ച് ആ മസാലയൊക്കെ പിടിച്ച്, അതുകൊണ്ട് നമ്മളൊരു 2-3 മിനിറ്റ് തിളപ്പിക്കണം. തിളപ്പിച്ച ശേഷം ഒരുപാട് കൂട്ടി വയ്ക്കരുത്, ചെറിയ തീയിൽ തിളപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്കത് വേറൊരു നല്ലതുപോലെ ഉണങ്ങിയ പാത്രം എന്ന് വെച്ചാൽ ഒന്നുകിൽ വെയിലത്ത് വെച്ച് വാഷ് ചെയ്ത് ഉണക്കിയത്, അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കി വെച്ച പാത്രം, നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി വെക്കണം. ഇതിൻ്റെ വേറെ സ്പൂണൊന്നും ഇടരുത്. അതും കഴുകി തുടച്ചുണക്കിയ സ്പൂണായിരിക്കണം, അല്ലെങ്കിൽ ഈ തവി തന്നെ മതി. മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് പിന്നെ വേണം നമ്മൾ നല്ലതായിട്ട് തണുത്തിട്ട് കുപ്പിയിൽ കോരി വയ്ക്കാം. കണ്ട ഇരുമ്പ് ചട്ടിയിലിരുന്നൊരു 10 മിനിറ്റ് ആയപ്പം ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ഞാൻ ആ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് വേറെ നല്ല കഴുകി ഉണക്കി ഒട്ടും ഈർപ്പമില്ലാത്ത കുപ്പി നനവുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ കേടായിപ്പോൾ അതിനകത്ത് കോരി വെച്ച് അന്ന് തന്നെ നമുക്കെടുക്കാം. ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കണം. പിന്നെ ആവശ്യത്തിന് ഒരു ദിവസം എടുത്ത് അത് നിങ്ങൾക്ക് അവനിൽ വെച്ച് ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ ചൂടാക്കാം, ക്വാണ്ടിറ്റി അനുസരിച്ച്. അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ കോരി പുറത്ത് വെച്ചിരുന്നാൽ മതി, അല്ലാതെ മുഴുവനും പുറത്ത് വെച്ചേക്കരുത്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അറിയിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.